ഹായ്. അപ്പൊ നമ്മൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഓടുന്ന ഡെലിവറി പാർട്ട്നേഴ്സിന്റെ ബുദ്ധിമുട്ടും കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഇതാണ് നമ്മളുടെ ഇൻസ്റ്റാമാർട്ടിലെ പുതിയ ടീഷർട്ട്, ബ്ലൂവും ഓറഞ്ച് ആയിട്ടുള്ള ബാഗും ഈ ടൈപ്പ് തന്നെയാണ്. ഇതേപോലെ ബ്ലൂവും ഓറഞ്ച് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 7 to 4 വരെ മോർണിംഗ് ഡ്യൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂറെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 7 to 3 ആണ് നമ്മളുടെ വർക്കിംഗ് അവർ വരുന്നത്. 8 hours ആണെങ്കിൽ ബ്രേക്ക് എടുക്കാതെ ബോർഡിൽ പോയാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ ആക്കാൻ പറ്റൂ. പക്ഷെ നമുക്കിപ്പോൾ 24 hours ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിൽ പോയി റീച്ച് ആയാൽ പോലും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഓർഡർ അടിക്കാമെന്നില്ല. ഓർഡർ അനുസരിച്ചാണ് ഓർഡർ അടിക്കുന്നത്. ചില സമയത്ത് 10-20 മിനിറ്റ് ഒക്കെ ഡിലേ ആവാറുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് അടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മോണിറ്റർ വെച്ചിട്ടുണ്ട്. നമ്മളത് സ്കാൻ ചെയ്തിട്ട് അകത്ത് നമ്മൾ റാക്ക് കാണിക്കും. ആ റാക്കിൽ പോയിട്ട് നമ്മൾ സാധനം പിക്കിയ ശേഷം അവസാനം 4 ഡിജിറ്റ് നമ്പർ അടിച്ച ശേഷമാണ് നമ്മൾ കസ്റ്റമറിന്റെ അഡ്രസ്സ് കാണിക്കുള്ളൂ. കസ്റ്റമറിന്റെ അഡ്രസ്സ് ചിലപ്പോൾ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ അകത്ത് ചിലപ്പോൾ അത് മാപ്പ് ഇടുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കസ്റ്റമറിനെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ വേരിയേഷൻ വരികയാണെങ്കിൽ നമുക്ക് അവിടെ പോയി റീച്ച് അടിക്കാൻ പറ്റില്ല. എവിടെയാണ് നമ്മൾ മാപ്പ് കിടക്കുന്നത് അത് അവിടെ പോയാലും നമുക്ക് റീച്ച് അടിക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോകണം. ഇപ്പം അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ചില കസ്റ്റമർ പറയും ഞാൻ ഇതുപോലെ പേയ്മെന്റ് തരാം, നെക്സ്റ്റ് പേയ്മെന്റ് തരാം. ചെറിയ കിലോമീറ്റേഴ്സ് വ്യത്യാസമൊക്കെ ആണെങ്കിൽ 2-3 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ചിലർ വില്ലിംഗ് ആണ്. പക്ഷെ ചിലവർ 5-6 കിലോമീറ്റർ ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടമായിരിക്കും അത്രയും ദൂരമൊക്കെ പോകുന്നത്. ഇവർ ചിലപ്പോൾ തുച്ഛമായിട്ടുള്ള പൈസ ആയിരിക്കും, 20-30 രൂപ ആയിരിക്കും തരും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അത്രയും ദൂരം. നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീച്ചും കംപ്ലീറ്റ് എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ മാപ്പിനനുസരിച്ച്. അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ അവിടെ പോയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ചില സമയത്ത് പോയി ഈ സാധനം എല്ലാം എടുത്തിട്ട് പോയി അവിടെ പോയി ഇപ്പോൾ കസ്റ്റമറിനെ എത്തിയാൽ പോലും ലൊക്കേഷൻ എത്തിയാൽ പോലും ബെല്ല് വെച്ചിട്ടുണ്ടാവും. നമ്മളത് അടിച്ചാൽ പോലും അവർ ഇറങ്ങി വരത്തില്ല. ചിലപ്പോൾ നമുക്ക് അകത്ത് കയറി പോകാനും പറ്റത്തില്ല. ചിലപ്പോൾ പട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഗേറ്റ് തുറന്നകത്ത് പോകുമ്പോഴേക്കും പട്ടി ചാടിക്കും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ നമ്മൾ ഗേറ്റ് തട്ടിയും ചിലപ്പോൾ കോൾ വിളിച്ചാൽ കോളും കണക്ട് ആവില്ല. ഇപ്പോൾ കസ്റ്റമർ പറയുന്നത് ഞാൻ സ്പാം കോൾ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കോൾ എടുക്കാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചിലർ പറയും കോൾ വന്നില്ലല്ലോ, എന്താണെന്ന് നമുക്ക് സംഭവം അറിയില്ല. ചിലർ കസ്റ്റമർ വിളിച്ചാലും സാമട്ടിൽ വരുന്ന ടീമുകളുണ്ട്. 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്യുമ്പോൾ പിന്നെ എടുക്കുന്നത്. പിന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അവർ കോള് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട്, ചിലപ്പോൾ നമ്മൾ താഴെ നിന്ന് തന്നെ അവരെ റോട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റീച്ച് അവർ ആയിട്ടുണ്ടോ, നമ്മൾ പറയുന്നത് റീച്ച് അവർ ആയി എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അവർ പറയും ചിലപ്പോൾ സ്റ്റെപ്പ് കയറി വാ എന്ന് ഇങ്ങനെ പറയാറുണ്ട്. 2-3 നിലയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് ഒന്നും കാണത്തില്ല, നമ്മൾ നടന്ന് തന്നെ കയറേണ്ടി വരും. നല്ല വെയിറ്റും കാണും, വെയിറ്റ് നോക്കിയായിരിക്കും നമ്മൾ നടന്ന് കയറുന്നത്. അവർ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നീങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല. അവരെവിടെയാണ് ഡോറിന്റെ കട്ടലിരിക്കുന്നത് അവിടെ നീക്കത്തുള്ളൂ. ചില കസ്റ്റമർ അങ്ങനെ, ചില കസ്റ്റമർ ഓടി വന്ന് വാങ്ങാറുണ്ട് ഗേറ്റിന്റെ അവിടെ ആയാലും. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ചിലർ കൂടുതലും ആൾക്കാർ ടിപ്പിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഡയറക്റ്റ് കയ്യിൽ ക്യാഷും തരാറുണ്ട്, ഓൺലൈനിലും പേയ്മെന്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഓടി വന്ന് വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ ഒരു ബെല്ല് അടിച്ചാൽ പോലും അവർ പെട്ടെന്ന് തുറക്കാറുണ്ട്. ഈ ചില കസ്റ്റമർ ഇന്ന ഫ്ലോറിൽ ഡെലിവറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും നമ്മൾ വിശന്ന് ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും വെയിറ്റ് നോക്കി നമ്മൾ അകത്ത് കയറണം. പക്ഷെ എന്നാൽ പോലും ഒരു സ്റ്റെപ്പ് ഇറങ്ങി മുന്നോട്ട് വരെ വാങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല. ചില ഭയങ്കര ഇതാണ്. മഴയത്താണെങ്കിൽ പോലും അവർ വന്ന് വാങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല. ചിലർ പറയും സിറ്റൗട്ടിൽ നിൽക്കും. എന്നിട്ട് ചിലർ പറയും നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് നമ്മളെ താഴെ വയ്ക്കുക, അല്ലെങ്കിൽ സൈഡിലെല്ലാം വെച്ചിട്ട് നമ്മളെ ഗേറ്റിന്റെ കുറ്റി തുറന്ന് നമ്മൾ അവിടെ പോയാൽ മാത്രമേ അവർ ഒരു സിറ്റൗട്ടിന്റെ ആ ഒരു സ്റ്റെപ്പ് പോലും ഇറങ്ങത്തില്ല. അവർക്ക് അവിടെ കൊണ്ടു കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ വിചാരിക്കും പൈസ തരയില്ലേ, അപ്പൊ അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും എന്നുള്ള മെന്റാലിറ്റിയാണ് അവർക്കും തോന്നുന്നു. പിന്നെ ഇപ്പൊ കസ്റ്റമർ ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ക്യാരക്ടർ ജന്മന കിട്ടുന്ന ഒരു സ്വഭാവമാണ്. ചിലർ റൂഡായിട്ടൊക്കെ വരുവാണ്, ചിലര് വെൽക്കമിങ് ആയിരിക്കും. അത് പൈസയുടെ ഇതൊന്നുമില്ല. ചിലര് വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചെറിയ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ അതിനനുസരിച്ച് പെരുമാറാറുണ്ട്. നമുക്കത് കാണുമ്പോൾ നമുക്കൊരു പിന്നെ ചിലരുണ്ട് ആ സാധനം അവിടെ കൊണ്ട് വെച്ചിട്ട് പോകുമെന്ന് പറയുന്ന ടീമുകളുണ്ട്. അതായത് നമ്മൾ സാധനം കൊണ്ട് അവർ അവിടെ വന്ന് നിൽക്കുകയായിരിക്കും, അങ്ങനെ വെച്ചിട്ട് പോകുന്ന പറയും. ചിലര് വയസ്സായ ആൾക്കാർ പറയും അവിടെ വെച്ച മോനെ എന്ന് പറയും. അപ്പോൾ അവർ ഇങ്ങനെ കവർ തുറന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് അകത്തുണ്ട്. അത് വെയിറ്റ് ആണ്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചിലർ ഭയങ്കര ഇതാണ്. ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ 2-3 മാസം മുമ്പ് ഞാനൊരു ഡെലിവറിക്ക് പോയി. അപ്പോൾ ഒരു കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിന് അല്ലാതെ ഐറ്റം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തിട്ടില് ആളവിടെ നിൽക്കുകയാണ്, ഗ്രില്ലിൻ്റെ അവിടെ ഡോറിനവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഐസ്ക്രീം എടുത്ത് ആ തിട്ടയിൽ വയ്ക്കാൻ പറയും. അതെനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. അത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര നമ്മളെ കൈ കൊണ്ട് വാങ്ങിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ കയ്യിൽ? ഇപ്പം അങ്ങനെ ഭയങ്കര ഐറ്റം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെന്തിനും പിന്നെ കടയിൽ പോയി വാങ്ങിച്ച് തിന്ന് കഴിച്ചാൽ പോയി, അവർക്ക് ഇങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചില ടീമുകളുണ്ട് കൈകൊണ്ട് വാങ്ങത്തില്ല. പിന്നെ ചിലർ കഥവിന് ബാക്കിൽ ഒളിഞ്ഞു നിന്നിട്ട് അവിടെ സാധനം വെച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല അവരുടെ ഇത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു വൃത്തികെട്ട് ആൾക്കാരും ഉണ്ട്. ചിലർ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് അവരുടെ ക്യാരക്ടറാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് തോന്നും, ഓട്ടോമാറ്റിക്കായി നമുക്കൊരു വിഷമം തോന്നും. ഇങ്ങനെ നമ്മൾ ഈ വെയിലത്തും മഴയത്തും പോയിട്ടാണ് ഡെലിവറി, നമുക്ക് കാശ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഡെലിവറി. പക്ഷെ എന്നാലും നമുക്ക് ഒരാൾ ഒരു ചിരിച്ചുകൊണ്ട് ഒരു ടാക്സും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പെരുമാറുമ്പോഴാണ് നമുക്കൊരിത്, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് വിഷമം വരും. നമ്മുടെ അടുത്ത് എന്ത് ഇങ്ങനെ പെരുമാറുന്ന, ഇത് ഒരു താഴ്ന്ന ജോലിയാണോ എന്നിങ്ങനെ തോന്നാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ബോസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഈ 99% ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന എമൗണ്ട് അല്ല ഇപ്പോൾ കിട്ടുന്നത്. നമുക്ക് 25ൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പ്ലേസിൽ നമുക്ക് 30-31 രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 28 രൂപയാക്കി. പിന്നെ 28 രൂപ കിടന്നത് ഇപ്പോൾ 25 ആക്കി. മിനിമം ചാർജ് അതുപോലെ തന്നെ ആക്കി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ എമൗണ്ട് ഇവർ നല്ല കുറച്ച് സ്വിഗ്ഗി. ഇപ്പോൾ പഴയ എമൗണ്ടൊന്നും ഇവർ കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര കട്ട് ഓഫ് ചെയ്ത് വരികയാണ്. പിന്നെ പുതിയ സ്കീം എന്ന് പറഞ്ഞാൽ 15 സ്കീമാണ്. അതിൽ പിന്നെ അവർക്ക് കിലോമീറ്ററിനനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത്. കിലോമീറ്റർ കുറവാണെങ്കിൽ അവർക്ക് 15 രൂപ കൊടുക്കത്തുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ റെയിൻ ചാർജ് 20 രൂപ തരും. അത് ചിലപ്പോൾ ചെറിയ മഴയ്ക്കൊന്നും റെയിൻ ചാർജും കിട്ടാറില്ല. നമ്മൾ മഴയിൽ നനഞ്ഞിട്ട് പോയിട്ട് പോലും റെയിൻ ചാർജ് കിട്ടാറില്ല. നമ്മളെല്ലാം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുമ്പോഴാണ് റെയിൻ ചാർജ് കിട്ടുന്നത്, റെയിൻ ചാർജ് ഓൺ ആവുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി, നമ്മൾ നനഞ്ഞുകൊണ്ട് വരികയും വേണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ 100, 130, 140 കിലോമീറ്ററാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ വണ്ടി ഏകദേശം നമ്മളൊരു പരുവാകും. നമ്മൾ അത്രയും പെട്രോൾ അടിക്കണം. 250, 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ നമുക്ക് മുതലാവുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ കൂടുതലും ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അടിക്കുന്നത് 8 കിലോമീറ്റർ, 9 കിലോമീറ്റർ അതൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അത് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരുമ്പോൾ തന്നെ 8 ആകുമ്പോൾ തന്നെ 16 കിലോമീറ്ററായി. പിന്നെ നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ലോങ് അടിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ബെനിഫിറ്റ് ഒന്നും നമുക്ക് അധികം കിട്ടില്ല. പിന്നെ ഈ ഓടുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഓരോ ദിവസം ഓരോ പണിയായിരിക്കും. ഒന്നീ ടയർ തയ്യും, ചില്ലറ പണികൾ വരും. ഇഷ്ടംപോലെ ഈ നമ്മൾ ഈ ഓടുന്നത് കുറച്ച് കാശ് നമ്മൾ വണ്ടി പണിക്ക് തന്നെ വെക്കേണ്ടി വരും. പിന്നെ ഈ മൊബൈൽ റെയിനിൽ നമ്മൾ വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഡിസ്പ്ലേ അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് 10,000, 2,000 രൂപ അതിന് വയ്ക്കണം. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. മഴയത്തും വെയിലത്താണ് ആൾക്കാർ ഈ കിടന്ന് ഓടുന്നത്. പക്ഷേ അത് ഒരു കസ്റ്റമർ മനസ്സിലാക്കി പെട്ടെന്ന് വന്ന് ആൾക്കാർ സാധനം വാങ്ങിയ ഒന്നും ചെയ്യത്തില്ല. ഭക്ഷണം പോലും കഴിക്കാതെ ഓടുന്ന ആൾക്കാരുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം പോലും കഴിക്കില്ല. രാവിലെ ആയിരിക്കും എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും അവർ ഓടുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ടായിരിക്കും ഷിഫ്റ്റ് എല്ലാം തീർന്ന ശേഷമായിരിക്കും അവർ കഴിക്കുന്നത്. പിന്നെ ഒരു ദിവസം നമുക്ക് ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഓർഡർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ഡെയിലി ഇൻസെൻറ്റീവ് പോലും കിട്ടത്തില്ല. 5 റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീക്കിലിയും കിട്ടത്തില്ല. ചില സമയത്ത് നമ്മൾ അറിയാതെ ആയിരിക്കും ക്യാൻസലായി പോകുന്നത് ഡെയിലി. അപ്പോൾ അങ്ങനെ നമുക്ക് അന്ന് ഡെയിലി ഇൻസെൻറ്റീവ് പോലും നഷ്ടപ്പെടും. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാൻ പറ്റുള്ളൂ. ശനി ഞായറും കമ്പൽസറിയാണ്. അപ്പോൾ നമ്മൾ ഓടിയാൽ നമുക്ക് വീക്കിലി കിട്ടണമെങ്കിൽ നമ്മളതൊന്ന് ഓടിയേ പറ്റൂ. അതിൽ ഇത്രയും മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നത് 8 hours വെച്ച് നമ്മൾ 6 ദിവസം വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെയും ഒരിതുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ബഗ്ഗും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക് ആളുകൾക്ക് ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഡെയിലി ഇൻസെൻറ്റീവ് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ റോങ് ആക്ഷൻ വരില്ല. നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ ഈ ടീഷർട്ട് വിട്ട് ബാഗും വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്കിപ്പോൾ അത് അധികം റോങ് ആക്ഷൻ. ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ 13-14 റോങ് ആക്ഷൻ വന്നു കഴിഞ്ഞ മാസം തന്നെ. ചുമ്മാ നമ്മൾ ഇത്രയും വെച്ചിട്ട് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് റോങ് ആക്ഷൻ. ഈ അവിടെ ടീഷർട്ടും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ ബാഗൊന്നും ഉപയോഗിക്കാതെ ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു റോങ് ആക്ഷനും ഇല്ല. നമ്മളിതെല്ലാം ഉപയോഗിച്ച് റൂൾസ് പാലിച്ച് പോകുമ്പോഴാണ് നമുക്ക് പിന്നെ റോങ് ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വേറൊരു ഇത്. പക്ഷേ FM ചോദിക്കുമ്പോൾ പറയുന്നത് ചിലപ്പോൾ പൈസ പിടിക്കാനായിരിക്കും. നമ്മൾ ഇത്രയും റൂളെല്ലാം പാലിച്ച് പോയിട്ടാണ് നമ്മൾ പൈസ പിടിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ തൊട്ട് ഇത്രയും ഓടിയിട്ട് നമ്മളെല്ലാം ഫോളോ ചെയ്തിട്ടാണ്, റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിലായിട്ട് പൈസയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഈ റോങ് ആക്ഷൻ ഇഷ്ടം പോലെ. അതുപോലെ നമ്മൾ അടുത്താണെങ്കിലും പെട്ടെന്ന് കൊണ്ട് ഡെലിവറി ചെയ്താൽ പോലും ഓർഡർ ഡിലേ എന്ന് ചോദിക്കണം. ഈ ആപ്പിൽ തന്നെ കുറേ ബഗ്ഗുകളുണ്ട് കാര്യങ്ങൾ. നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ അടുത്തുകൊണ്ട് കൊടുത്താൽ പോലും ഇങ്ങനെ ഡിലേ കാണിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാൻസലേഷൻ്റെ സൗണ്ട് വരിക. നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്താൽ പോലും അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും. നാട്ടിൽ അയ്യോ ഇപ്പോഴും സ്വിഗ്ഗിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. എന്താ സ്വിഗ്ഗിയിൽ എന്താ അത്രയ്ക്ക് ആഗ്രഹമാണോ? നമ്മളും ഈ പറയുന്ന പോലെ വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. നല്ല കട്ടവും ഓട്ടിച്ചിട്ടൊന്നും അല്ല നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. നമ്മൾ അധ്വാനിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അല്ല അത് ഇത്ര നാണംകെട്ട ജോലിയൊന്നും അല്ല. ആൾക്കാർക്ക് എന്താണ് ഇത് കാണുമ്പോൾ. പക്ഷേ അവർക്ക് വീട്ടിൽ സാധനം ഓർഡർ ചെയ്യണം. പക്ഷേ നമ്മളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛം. അതിപ്പോൾ ഈ കസ്റ്റമറിനാണെങ്കിലും ഈ പറയുന്ന നാട്ടുകാരാണെങ്കിലും ഈ പറയുന്ന ഇവരാരും ഒരു 10 പൈസ പോലും നമുക്ക് തരാൻ പാടില്ല. നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കണം. ഈ നാട്ടുകാരോ ഈ പറയുന്ന വെളിയിലത്തെ ആൾക്കാരോ വേറെ ആരും ഒന്നും തരാൻ പോകുന്നില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ അവരെന്ത് പറയുമെന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വീട്ടിൽ ഇതിനപ്പുറത്തെ കാര്യങ്ങൾ കാണും. പക്ഷെ എന്നാലും ഇതിനൊന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഓടുന്ന ആൾക്കാർക്ക് കുറച്ച് ഡൗട്ട്സ് കാണും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു Q&A വീഡിയോ ആയിട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.